മരണക്കെണികൾ ഒരുക്കി ലോൺ ആപ്പുകൾ സജീവമാകുന്നു. ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് മാത്രം തട്ടിയെടുത്തത് 700 കോടി രൂപ. ഒരിക്കൽപ്പെട്ടാൽ രക്ഷപ്പെടാനാകാത്ത ചതിക്കെണികളിൽ പെടുന്നവർ ഏറെയും യുവാക്കൾ. വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയും ഭീഷണികൾ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിധിന്റെ മരണത്തിന് കാരണക്കാരായ ഇൻസ്റ്റന്റ് ഫണ്ട് ലോൺ ആപ്പുകാർ പോലീസ് പിടിയിൽ. കേരളമാകെ ചതിക്കെണികൾ ഒരുക്കി ലോൺ ആപ്പുകൾ സജീവമാകുന്നു. ലോൺ ആപ്പുകളുടെ ആകർഷണത്തിൽ ഒരിക്കൽ ഉൾപ്പെട്ടാൽ അതിൽ നിന്നും രക്ഷ നേടുക ദുഷ്കരമാണ്. കടമെടുത്ത തുകയുടെ പല മടങ്ങ് അടച്ചു തീർത്താലും കടം അവസാനിക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കും. കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ നിന്നും വിവിധ ലോൺ ആപ്പ് ഗ്രൂപ്പുകൾ കവർന്നത് 700 കോടിയിലധികം രൂപയാണ്. ഇവരുടെ ചതിക്കെണിയിൽ പ്രധാനമായും കുടുങ്ങുന്നത് യുവാക്കളാണ്. വേഗത്തിൽ വായ്പ ലഭിക്കുമെന്നതാണ് പ്രധാന ആകർഷണീയത. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലളിതമായ നടപടിക്രമങ്ങൾ നടത്തിയാൽ മതി. മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്നതുപോലെ കൂടുതൽ രേഖകൾ ആവശ്യമില്ല. മാത്രമല്ല, വായ്പ അനുവദിക്കുന്നതിൽ സിബിൽ സ്കോറും പ്രശ്നമല്ല. രേഖകൾ നൽകാതെ എളുപ്പത്തിൽ പണം ലഭിക്കുമെന്നതിനാൽ യുവാക്കൾ അതിവേഗം ഈ ചതിക്കെണിയിൽ പെട്ടുപോകുന്നു. ഒരിക്കൽ ലോൺ വിവരങ്ങൾ ആരാഞ്ഞാൽ അവർ നിരന്തരം ബന്ധപ്പെടുകയും ആകർഷണീയ ഓഫറുകൾ നൽകുകയും ചെയ്യും. ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ മുഖം മാറും, സ്വരം മാറും, പിന്നെ നിരന്തരം ഭീഷണികളാകും. പല മടങ്ങ് അടച്ചു തീർത്താലും കടം തുടരുന്നതോടെയാണ് ചതിക്കിടയുടെ ആഴം വ്യക്തമാവുക. ഭീഷണികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെയാണ് പലരും ആത്മഹത്യയിൽ അഭയം തേടുന്നത്. ആപ്പിൽ പ്രവേശിക്കുന്നതോടെ കടമെടുക്കുന്ന വ്യക്തിയുടെ വ്യക്തിഗത വിവരങ്ങൾ ലോൺ ആപ്പ് കമ്പനിക്കാർക്ക് ലഭ്യമാകും. SMS-ഉം OTP-യും ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ഫലത്തിൽ വലിയൊരു സൈബർ ചതിക്കെണിയിൽ പെട്ടുപോവുകയാണെന്ന് തിരിച്ചറിയുക ഏറെ വൈകിയാകും എന്ന് മാത്രം. വടകരയിൽ ഈ വിധത്തിൽ കെണിയിൽപ്പെട്ട വിഷ്ണു പ്രകാശിനെ ഇവർ ഭീഷണിപ്പെടുത്തി വന്നത് ഫോണിലെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കും എന്ന ഭീഷണി മുഴക്കിയായിരുന്നു. ഇപ്പോൾ ഏറെ വിവാദമായ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിധിൻ രാജിന്റെ ആത്മഹത്യയ്ക്ക് 1 മാസം മുൻപ് ഇതേ വിധത്തിൽ മറ്റൊരാളും ആത്മഹത്യ ചെയ്തിരുന്നു. അതിക്രൂരമായ ജാതി അവഹേളനം അധികൃതരുടെ ഭാഗത്തു നിന്ന് നേരിട്ടിരുന്ന നിധിൻ രാജ് ലോൺ ആപ്പിന്റെ പേരിലും വലിയ അവഹേളനങ്ങൾ നേരിട്ടിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ആപ്പ് വഴി കടമെടുത്തപ്പോൾ പരിചയമുള്ള വ്യക്തി എന്ന നിലയിൽ കോളേജിലെ അധ്യാപികയുടെ പേരും നമ്പറും നിധിൻ രാജ് കൊടുത്തിരുന്നു. ലോൺ ആപ്പുകാർ പിന്നീട് ഈ അധ്യാപികയെ നിരന്തരം വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. 15,000 രൂപയാണ് ആപ്പ് വഴി നിധിൻ രാജ് കടമെടുത്തത്. എന്നാൽ 36% കൊള്ളപ്പലിശ അടിച്ചേൽപ്പിച്ച് ഇൻസ്റ്റന്റ് ഫണ്ടുകാർ നിധിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. നിധിൻ രാജിന്റെ മരണശേഷം അധ്യാപിക നൽകിയ പരാതിയെ തുടർന്നാണ് ലോൺ നടത്തിപ്പ് ഗ്രൂപ്പിനെ അതിവിദഗ്ധമായി കണ്ണൂരിലെ സൈബർ ക്രൈം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റന്റ് ഫ്രണ്ട്സ് എന്ന ലോൺ ആപ്പ് നടത്തിപ്പുകാരായ പ്രധാന പ്രതികളെയാണ് നോയിഡയിൽ വെച്ച് അതിസാഹസികമായി കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടിയത്. ഉത്തർപ്രദേശ് ഘാസിയാബാദ് സ്വദേശിയായ ഋഷികേഷ് തിവാരി, ഉത്തർപ്രദേശ് സ്വദേശിയായ പ്രശാന്ത് ഖേവൽ, ഹരിയാന ഫരീദാബാദ് സ്വദേശിയായ പ്രകാശ് ജയ് എന്നിവരാണ് പിടിയിലായത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ രാജ് IPS-ന്റെ നിർദ്ദേശപ്രകാരം കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ SI മിഥുൻ SV-യുടെ നേതൃത്വത്തിൽ CPO-മാരായ സുനിൽ K, ദിജിൻ രാജ് PK എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. വിദ്യാർത്ഥി ലോൺ ആപ്പ് വഴി കടമെടുക്കുകയും തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് റെഫറൻസ് എന്ന രീതിയിൽ നൽകിയിരുന്ന ടീച്ചറുടെ ഫോൺ നമ്പറിലേക്ക് നിരന്തരം കോളുകളും മെസ്സേജുകളും വരികയുമായിരുന്നു. പണം അടച്ചില്ലെങ്കിൽ ശല്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഇവർ 1 മണിക്കൂറിൽ തന്നെ നിരവധി കോളുകൾ അധ്യാപികയ്ക്ക് ചെയ്തിരുന്നു. ഓരോ നമ്പർ ബ്ലോക്ക് ചെയ്താലും മറ്റു നമ്പറുകളിൽ നിന്ന് ശല്യം തുടർന്നു. പ്രതികൾ കോൺടാക്ട് ചെയ്ത നമ്പറുകളെല്ലാം സ്വിച്ച് ഓഫ് ആയെങ്കിലും സജീവമായ ഒരു നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ നോയിഡയിലുണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് അങ്ങോട്ട് തിരിക്കുകയായിരുന്നു. വലിയ നഗരമായതിനാൽ പ്രതികളെ കണ്ടെത്തുന്നത് പ്രയാസകരമായെങ്കിലും കേരള പോലീസിന്റെ മികവാർന്ന അന്വേഷണത്തിൽ പ്രതികൾ നിയന്ത്രിച്ചിരുന്ന സ്ഥാപനം കണ്ടെത്താൻ സാധിച്ചു. ഒരു IT പാർക്കിന് സമാനമായാണ് അവിടെ 40ഓളം ജീവനക്കാർ ജോലി ചെയ്തിരുന്നത്. ലോൺ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതും പണം നൽകുന്നതും തിരിച്ചടവിനായി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും ഇവിടെ നിന്നായിരുന്നു. നോയിഡ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ പ്രതികൾ ആളുകളെ വിളിക്കാൻ ഫോണിന് പകരം സിം ബോക്സുകളാണ് ഉപയോഗിച്ചിരുന്നതെന്ന് കണ്ടെത്തി. ഒരേ സമയം 30 സിം കാർഡുകൾ വരെ ഉപയോഗിക്കാൻ സാധിക്കുന്നവയായിരുന്നു ഇവ. സ്ഥാപന നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികളെ പിടികൂടിയ പോലീസ് സിം ബോക്സുകളും സിം കാർഡുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിധിൻ രാജിന്റെ മരണം കേരളമാകെ ചർച്ചാ വിഷയമായതോടെയാണ് ലോൺ ആപ്പുകൾ ഒരുക്കുന്ന മരണക്കെണികൾ ഒരിക്കൽ കൂടി ചർച്ചാ വിഷയമാകുന്നത്.
സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ഉത്തരവാദപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധം സ്ഥാപിക്കേണ്ടതിന്റെ അനിവാര്യതയാണ് ഈ വിധം സംഭവ വികാസങ്ങൾ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നത്. തട്ടിപ്പുകാരുടെ കെണിയിൽപ്പെടാതെ പൊതുസമൂഹം ജാഗ്രത പുലർത്തിയേ മതിയാകൂ. ഇത്തരം സൈബർ തട്ടിപ്പുകാർക്കെതിരെ കർക്കശ നടപടികൾ സർക്കാർ കൈക്കൊണ്ടേ മതിയാകൂ.